ബൈബിൾ എന്ന പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുസ്തകമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന പേര്, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുള്ള പേരാണ് ബൈബിൾ എന്നത്. ഈ ബൈബിൾ എന്നത് എന്താണ് ക്രിസ്ത്യാനികളുടെ ഒരു പുസ്തകം എന്നതിലുപരി ഇതിന്റെ ആധികാരികത എന്താണെന്നും ഇതെങ്ങനെ പഠിക്കേണ്ട ഗ്രന്ഥമാണെന്നും അനേകർക്കും ഇന്നറിയില്ല. ഇന്നത്തെ ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിന്റെ ഈ വീഡിയോയിൽ ബൈബിളിനെ എങ്ങനെ പഠിക്കണം എന്നത് ആധികാരികമായി ഡീറ്റെയിൽ ആയി സംസാരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ രാജിവെച്ചാ നമ്മൾ ബൈബിളിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ബൈബിൾ എന്താണെന്നല്ലേ. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ബൈബിൾ എന്ന് ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളവരായിരിക്കണം ഈ വാക്ക്. ഇംഗ്ലീഷിലെ വാക്കാണെങ്കിൽ പോലും ലാംഗ്വേജിനൊക്കെ ബിയോണ്ട് ആയിട്ട് ആ ഒരു വാക്ക് ബൈബിൾ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈവൻ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ഉള്ളിലേക്ക് വരുമ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ ആളുകൾക്ക് ഇതൊരു മതഗ്രന്ഥം എന്നതിലുപരി ഇതിന്റെ എഴുതപ്പെട്ട കാലഘട്ടങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആധികാരികതയെ പറ്റിയിട്ടോ ഇതിനെ എങ്ങനെ പഠിക്കണം എന്നതിനെ പറ്റിയിട്ടോ ഒക്കെ അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. രാജിവെച്ചാൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിജു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. വാസ്തവത്തിൽ ദൈവവചനം ഏതാണ്ട് 1500ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതല്ലേ. 40 എഴുത്തുകാര്, രാജാക്കന്മാര്, പ്രോഫറ്റ്സ്, സാധാരണക്കാര്, ഫിഷർമെൻ, അങ്ങനെയുള്ള അനേകരാൽ എഴുതപ്പെട്ടതാണ്. പക്ഷെ ഇതിന്റെ കോർ തീം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയല്ലേ. അതെല്ലാം ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങളെ പറ്റി നമുക്ക് എനിക്ക് വിശദമായിട്ട് സംസാരിക്കാം. നിജു പറഞ്ഞതുപോലെ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മതഗ്രന്ഥം എന്നതിലുപരിയായി ദൈവവചനത്തിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് നമുക്ക് പലർക്കും അറിയാത്ത ഒരു സംഗതിയാണ്. പലപ്പോഴും സഭകളില് അത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അതെ, അത് പറഞ്ഞപ്പോഴാണ് ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പഠിക്കാൻ എന്തോ ഇത്രമാത്രം, അങ്ങനെ അധികം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന്. അപ്പൊ ഞാൻ പൊതുവെ ഇവരോട് പറയുന്ന ഒരു കാര്യം, നമ്മള് വെറും 100 വർഷത്തിന് മുമ്പ് എഴുതിയൊരു പുസ്തകം പോലും, ഒരു നോവലാണെങ്കിൽ പോലും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാലഘട്ടത്തിലെ എഴുത്തുകാരനെ പറ്റിയൊക്കെ ചങ്ങമ്പുഴ കവിതകളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നമുക്കറിയാമല്ലോ. 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകം. അതിപ്പോ നമ്മള് മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചറിൽ എടുത്താൽ ഇത് എഴുതപ്പെട്ട കൾച്ചറുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രികളുടെ ഒത്ത നടുക്കുള്ള ഒരു രാജ്യത്ത് ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയില്, ഈവൻ ക്ലൈമാറ്റിക് കണ്ടീഷനില് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലെ ആൾക്കാർ, വസ്ത്രധാരണവും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു സാധനം ഇന്നത്തെ എന്നാ പറയണ്ടേ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കൾച്ചറിന്റെ കണ്ണിൽ ഒരിക്കലും നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് പഠിക്കുക എന്നല്ലാതെ ഇത് മനസ്സിലാക്കാൻ വേറൊരു വഴിയില്ല. അത് തന്നെ ബൈബിള് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള രീതിയിലുള്ള പഠനങ്ങൾ ആഴത്തിൽ, അങ്ങനെ ആ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കിയുള്ള പഠനങ്ങൾ നമുക്കിടയിൽ അല്ലേ. നിജു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു പഴയ നിയമം നമ്മൾ പലപ്പോഴും ഈ കൾച്ചറൽ ഡിഫറൻസ് നോക്കുമ്പോൾ പഴയ നിയമത്തിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. പഴയ നിയമം അങ്ങ് പണ്ട് കാലത്ത് നടന്നതാണ്, പുതിയ നിയമം ഏതാണ്ട്. പക്ഷെ എന്നാൽ പുതിയ നിയമത്തിന്റെ കൾച്ചർ നോക്കിയാൽ പോലും സമാനമായിട്ടുള്ള കാര്യമാണ്. കാരണം പുതിയ നിയമത്തിന്റെയും കോണ്ടെക്സ്റ്റ് എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഇപ്പൊ ഷെപ്പേർഡ് തന്നെ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇല്ലാത്ത, ഇന്ന് ഈ ലോകത്തിൽ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഇല്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ ആഴമായിട്ട് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി പഠിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ സഭകളിൽ അല്ലെങ്കിൽ പൊതുവെ ക്രിസ്തീയ ചുറ്റുപാടുകളിൽ ഇന്ന് അങ്ങനത്തെ പഠനങ്ങളില്ല. ഈ പെരിഫറൽ ലെവലില് നിന്നിട്ട് എല്ലാരും ഈ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നത്തെ ക്രൈസ്തവ ലോകം ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ അലിഗോറിക്കൽ മെസ്സേജുകളാണ്. ഇപ്പം ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം എടുത്തിട്ട് അവൻ അങ്ങോട്ട് പോയി, അല്ലെ അവൻ നിന്നു എന്നതെടുത്തിട്ട് അവൻ നിന്നു എന്നതിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇത് ആര് പോയി, എങ്ങോട്ട് പോയി, എവിടെ നിന്നാ പോയത്, ആ പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഉള്ള തലങ്ങളിലേക്കുള്ള അറ്റ്ലീസ്റ്റ് മിനിമം ചോദ്യങ്ങളെങ്കിലും ചോദിക്കാൻ ജനം പ്രാപ്തരാകുന്നിടത്താണ് എനിക്ക് തോന്നുന്നു ബൈബിൾ ആദ്യമേ പഠിച്ചു തുടങ്ങണ്ടേ അല്ലേ. ആ 5 Ws and 1 H നമ്മൾ ജേർണലിസത്തിലൊക്കെ പറയുന്ന പോലെ ഇതാര്, എന്തിന്, ഇവിടെ വെച്ച്, ആർക്ക് വേണ്ടിയിട്ടൊക്കെ എന്നുള്ള ഒരു ബേസിക് ചോദ്യം ഒരാളുടെ ഉള്ളിൽ വരുന്നിടത്താണ് ബൈബിളിനെ റിയൽ ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നല്ലേ. പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചൊരു കാര്യം,
ഉള്ളിൽ ചിരി വന്നൊരു കാര്യം, ഈ നമ്മളിപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോഴേ കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ബൈബിളിനെ പല പല പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. അതായത് പഴയ നിയമത്തിലെ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ അതെടുത്ത് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യം കൂടെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഇതുമായിട്ട് നമുക്ക് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതോ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ ഒക്കെയാണ്. പക്ഷെ അതിനെ ശരിക്കും അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി പഠിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി തരാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളത്. അത് ഈ തരത്തിലുള്ള പഠനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിനെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എഴുതപ്പെട്ടാണ്. ഇപ്പൊ പഴയ നിയമം തന്നെ ഈ പറഞ്ഞ പോലെ 1500 വർഷങ്ങളിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അല്ലേ. ഇത് പല എഴുത്തുകാര് പല ജോഗ്രഫിക്കൽ കണ്ടീഷനിൽ നിന്ന് എഴുതിയതാണ്. ഇപ്പൊ മോശ മരുഭൂമിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈജിപ്തിൽ വെച്ചിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എഴുതുന്നത്. ഇതിനു ശേഷം എന്തോരം കാലഘട്ടങ്ങളിലാണ് ഓരോരുത്തരും, ഇപ്പം ഇരമ്യാവൊക്കെ എഴുതുന്നത് ഏതാണ്, ബാബിലോൺ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ആ സമയത്തെ ടോണിനും ലാംഗ്വേജിനും. ദാനിയേൽ എഴുതുന്നത് എവിടെ വെച്ചിട്ടാണ്, ബാബിലോണിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതിനെല്ലാം മാറ്റമുണ്ട്. ഇപ്പൊ ദാനിയേൽ എഴുതിയ ഭാഷയ്ക്ക് പോലും വ്യത്യാസമാണ്. അരമേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ആര്, ദാനിയേല്. ഹീബ്രും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാതെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മളെ മലയാളത്തിൽ എഴുതിയ അക്ഷരങ്ങളെ അല്ലെ വാക്കുകളെ മാത്രം എടുത്ത് പഠിക്കുമ്പോൾ ഈ വരുന്നൊരു പ്രശ്നം, ഞാനിത് പൊതുവെ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ടൊറന്റോയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പൊതുവെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഇപ്പൊ ഈ സ്കാർബറോ ഈ ഏരിയയില് ലൈക്ക് ഒരു 15 വർഷം മുമ്പ് ഇപ്പൊ രാജീവച്ചനൊക്കെ പണ്ട് വന്ന ഒരാളായതുകൊണ്ട് അന്ന് നമുക്ക് ഒരു മലയാളിക്കടയിൽ ഇവിടെ ഉള്ളൂ. അപ്പൊ ഞാന് അന്ന് കാനഡയിലുള്ള ആളുകൾക്ക് ഒരു കത്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി, ഞാൻ ഉച്ച കഴിഞ്ഞ് മലയാളിക്കടയിൽ പോയി. അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഒറ്റ മലയാളിക്കടയിൽ ഉള്ളൂ. അത് എഴുതുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ്. നേരെ മറിച്ച് ഇന്നലെ ഇവിടെ പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡന്റ് അതെടുത്ത് വായിക്കുകയാണെങ്കിൽ ഇത് ഏത് കടയാണ്, 16 കടയുണ്ട് ഇപ്പൊ ഇവിടെ മലയാളിക്കട. അപ്പൊ ഇതിൽ ഏത് കടയാണെന്ന് അറിയണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം, ഇത് എഴുതി ഏത് കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ആർക്ക് എഴുതിയെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ അന്നത്തെ ഒരു ടെക്സ്റ്റിനെ എടുത്തിട്ട് പഠിക്കാൻ ശ്രമിച്ചാല് ഈ വരുന്ന കമ്മ്യൂണിക്കേഷൻ വണ്ടർഫുൾ എക്സാമ്പിൾ. അത് കാരണം ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഗോയിങ് ബാക്ക് ടു ഈ മലയാളി സ്റ്റോർ, ഇന്ന് എത്ര സ്റ്റോർ ഉണ്ട് ഇവിടെ, എത്ര സ്റ്റോർ ഈ പട്ടണത്തിൽ. അതെ, ഷോപ്പിംഗ് വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം മാറി. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കാതെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് അതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കത്തില്ല. ഈവൻ പുതിയ നിയമം എടുത്താൽ പോലും പുതിയ നിയമത്തിന്റെ ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഇപ്പം നമുക്കറിയാം എബ്രായ ലേഖനത്തിലെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഗ്രീക്കാണ്. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിലെ ഗ്രീക്ക് നമുക്ക് കുറച്ചുകൂടെ എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ ജോൺസ് ഗോസ്പെല് അല്ലെ, യോഹന്നാന്റെ എപ്പിസ്റ്റൽസില് അല്ലെ, ലേഖനങ്ങളിലെ ആണ് ഏറ്റവും സിമ്പിൾ. സെമിനാറുകളിലൊക്കെ ഗ്രീക്ക് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ, യോഹന്നാന്റെ ലേഖനങ്ങളിലെയാണ്. സുവിശേഷം ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള, അതാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത്. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ഘടന ഇച്ചിരൂടെ മാറി, ഘടന ഒത്തിരി മാറി. തുടർന്ന് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വളരെ ക്ലാസിക് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുന്നത്, വളരെ സ്കോളസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ ഗ്രീക്ക് പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാലഘട്ടം അനുസരിച്ച് എഴുത്തുകാരിൽ അനുസരിച്ച് മാറ്റങ്ങൾ. ഈവൻ ഓഡിയൻസിനെ ലൈക്ക് ഹീബ്രൂസിന് എഴുതുമ്പോൾ ഓൾറെഡി അവർ എഴുതുന്നത് എബ്രായ പശ്ചാത്തലത്തിലുള്ള ഒരാൾക്കാണ്. അപ്പൊ അവരോട് പെസഹ എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത് പോലെ അല്ല അന്നത്തെ ജെന്റൈൽ കമ്മ്യൂണിറ്റിക്ക് പൗലോസ് എഴുതുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന വേ. അപ്പൊ ഇതിനെല്ലാം മാറ്റമുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഈ കോണ്ടെക്സ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ പലരും ഗലാത്യ ലേഖനത്തിലെ പല വാക്യങ്ങളൊക്കെ എടുത്തിട്ട്, മറ്റേ നിങ്ങൾ ആണ്ടുകളെ ആചരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ എടുത്തിട്ട് ഈ ഗലാത്യ ലേഖനം എഴുതിയ കോണ്ടെക്സ്റ്റിൽ ഇവർ നിൽക്കുന്നില്ല എന്നിടത്താണ് നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങുന്നത്. ഇതിനെല്ലാം ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനം എല്ലാം നമുക്ക് വേണ്ടിയിട്ട് എഴുതി തന്നിരിക്കുന്ന ആസീസ് നമ്മൾ ഇതിനെ ഇങ്ങ് എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇത് നമ്മൾ പരിജ്ഞാനത്തോടു കൂടി എടുക്കേണ്ടതാണ് ദൈവവചനം, അല്ലേ? ഇപ്പൊ ഞാൻ എപ്പോഴും പലരോടും ചോദിക്കാറുള്ള ചോദ്യമാണ്, യേശു കർത്താവ് പറഞ്ഞതെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണോ? ഒരിക്കലും അല്ല.
യേശു കർത്താവ് പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ മാത്രമേ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. യേശു കർത്താവ് ജീവിച്ച കാലഘട്ടത്തിൽ യേശു കർത്താവ് യഹൂദ പശ്ചാത്തലത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, മറ്റു പല കോണ്ടെക്സ്റ്റിൽ യേശു കർത്താവ് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അതിൽ പലതും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ബൈബിളിൽ. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെയാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൈബിള് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ്, അല്ലെ? അപ്പൊ ഈ ബൈബിള് ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ ഈ ബൈബിളിനെ പഠിക്കാം എന്നുള്ള ഒരു പോയിന്റിലേക്ക്, ചോദ്യത്തിലേക്ക് വരുമ്പോൾ രാജീവച്ചൻ എങ്ങനെയാണ് അത് തോന്നുന്നത്? എന്തൊക്കെ മെത്തേഡ്സിൽ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് രാജീവച്ചന് തോന്നുന്നത്? ഞാൻ എന്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ പുതുതായിട്ട് വചനം വായിച്ചിട്ടില്ലാത്തവർക്ക് പുതിയ നിയമമാണ് സാധാരണ അവരോട് വായിക്കാൻ പറയുന്നത്. വായിക്കാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ തുടങ്ങാൻ പറയും. അതിന്റെ ഒരു കാരണം അറിയാമല്ലോ, മർക്കോസിന്റെ സുവിശേഷം കർത്താവിന്റെ ആക്ഷൻ ഓറിയന്റഡ് ക്രൈസ്റ്റിനെയാണ് കാണുന്നത്. അപ്പൊ കുറച്ചുകൂടെ ക്രിസ്തുവിൽ വെളിപ്പെട്ട പ്രവൃത്തികള്, ക്രിസ്തുവിന്റെ സ്നേഹം, ദാസനായ ക്രിസ്തു, കർത്താവിന്റെ പ്രവൃത്തികൾ, സൗഖ്യമാക്കുന്നത്, കർത്താവിന്റെ വചനങ്ങള്, അത് കുറച്ചുകൂടെ പെട്ടെന്ന് എൻട്രി ചെയ്യാനായിട്ട് കഴിയും. അതേസമയം നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജിനിയോളജിയും ഒക്കെ അതിനകത്തുണ്ട്. രാജാവായിട്ട് കാണിക്കും. കറക്റ്റ്, ആന്ന് രാജാവായിട്ട് കാണിക്കുന്നെങ്കിലും അത് തുടങ്ങുന്നത് ജിനിയോളജിയിലായതുകൊണ്ട് അത് ഒരു ഒരു ബൈബിൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ അന്നേരം ചിലപ്പോൾ മടക്കി വരും. അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ വേറൊരു പോയിന്റ് അവിടെ ആപ്ലിക്കബിൾ ആണ്. മത്തായിയുടെ സുവിശേഷത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മത്തായിയുടെ സുവിശേഷം യഹൂദന് വേണ്ടി മാത്രം എഴുതിയത്, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾ കാത്തിരുന്ന മശിഹ ഇതായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന ഇൻസിഡൻസ് പോലും എടുത്താൽ എല്ലാം ഈ പ്രാവചീന നിവർത്തീകരണത്തിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അപ്പം അച്ഛൻ ഇപ്പൊ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാൾ ആദ്യമേ പഴയ നിയമത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ മത്തായി എടുത്ത് വായിക്കുമ്പോൾ ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു എന്ന് പറയുമ്പോൾ ഈ ആരാണ് ഇരുട്ടിലിരുന്നതെന്ന് ഉള്ളൊരു ചോദ്യം വരും. അപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ലൈറ്റർ വേർഷൻ ആണ്. അവിടെ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് അതിനെ കാണാം. അവിടെയാണ് എഗെയിൻ ഇതിനെ പഠിക്കേണ്ട മെത്തേഡ്സിന്റെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് വരുന്നത്, അല്ലേ? അച്ഛൻ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്തു. ഈവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അറിയാമല്ലോ, അതിന്റെ പ്രത്യേകത ഒത്തിരി മാറുകയാണ്. അത് ഒരു വളരെ സ്കോളസ്റ്റിക് ആയിട്ടുള്ള ദൈവികത്വത്തെ തുറന്നു അതെ, കർത്താവിന്റെ ഡിവിനിറ്റിയെ കൂടുതൽ ആണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം അപ്രോച്ച് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ എന്റെ ജോലി സ്ഥലത്ത് സാധാരണ പറയുന്നതിന്റെ കാരണം സുവിശേഷം ക്രിസ്തുവിനെ അറിയണമല്ലോ. ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു വചനം വായിക്കുന്ന ഒരു വ്യക്തി അവർ കാണേണ്ടത് സുവിശേഷത്തിലെ കഥയല്ല, ആ സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയാണ് അവര് സ്വായത്തമാക്കേണ്ടത്. അപ്പം നമ്മള് അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിലോട്ട് അവരെ നയിക്കുന്നത്. എന്നാൽ അതിനുശേഷം അവര് എല്ലാം വായിക്കുവാനായിട്ട് പിന്നീട് നമുക്കറിയാം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന റോമാലേഖനമോ എബ്രായ ലേഖനം ഇതൊക്കെ വായിച്ച് അടിസ്ഥാനമുള്ളവരായി തീരണം വിശ്വാസത്തിൽ, ഇല്ലേ? അടി ഉറക്കണം. അതെ, അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഈ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നത്, ഏത് ഓർഡറിൽ തുടങ്ങണം എന്നത്, ഇത് എഴുതിയ ക്രോണോളജിയിൽ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ബുക്കുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരൻ, ഇപ്പൊ നമുക്കറിയാം തിയോളജിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ ഒരാൾ ഇപ്പൊ ഡീപ്പ് റിസർച്ചിനൊക്കെ പോകുമ്പോൾ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെന്റ് വ്യൂവിൽ നമുക്ക് ഇതിനെ കാണാം. ലൈക്ക് ഒരു പനോരമിക് ആംഗിളിൽ ഇതിനെ പഠിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ സാധാരണക്കാരും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ അറ്റ്ലീസ്റ്റ് ഈ 5W1H എല്ലാത്തിനോടും ചോദിക്കുക എന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഒരാൾ പറയുക യേശു ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോയി, ഇവിടെ നിന്നാ പോയത്, അത് ഇറ്റ് എക്സ്പ്ലെയിൻസ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്തുകൊണ്ടാ പോയത്, എവിടേക്കാ പോയത്, എന്തിനാ പോയത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ്, ആ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. നിജു പറഞ്ഞത് കറക്റ്റാ. കഴിഞ്ഞ ദിവസം ഞാൻ ഡിവോഷൻ എടുത്തപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡിവോഷൻ എടുത്ത സമയത്ത് അവരോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, ദൈവവചനം വായിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ദൈവവചനത്തിനോട് ചോദിക്കുന്ന ഒരു അപ്രോച്ച് നല്ലൊരു അപ്രോച്ചാണ് സാധാരണ. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ ആ ശൈശവ സമയത്ത് എനിക്ക് പറഞ്ഞു തന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അല്ലെ എന്തുകൊണ്ട് കർത്താവ് സൗഖ്യമാക്കി, എങ്ങനെ സൗഖ്യമാക്കി, പിന്നെ അതിന്റെ എവിടെ വെച്ച് ഇത് നടന്നു, എപ്പോൾ നടന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ദൈവവചനത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് ഹൃദ്യമായി നമ്മൾ അറിയാവുന്ന ഭാഷയിൽ നമ്മളോട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബൈബിളിൽ തന്നെ ഉണ്ട്. ഇപ്പം അവൻ അക്കരയ്ക്ക് പോയി എന്ന് വായിക്കുമ്പം എവിടെ നിന്ന് പോയി എന്നുള്ള ചോദ്യം എന്റെ ഉള്ളിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ മേളിൽ വിട്ടുപോയ ഭാഗത്തിലേക്ക് വീണ്ടും കടന്നു പോവുകയും എവിടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ ആഴത്തിലേക്ക് ഇറക്കി കൊണ്ടുപോയി മനസ്സിലാക്കി തരുന്ന ഒരു മെത്തേഡാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന, ഒരു എക്സ്പേർട്ട് നോളജും ഇല്ലാതെ, ഒരു എക്സ്ട്രാ ഹെൽപ്പും ഇല്ലാതെ, അല്ലെ ഒരു തേർഡ് പാർട്ടി ഹെൽപ്പും ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണെന്ന് തോന്നി ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. ഏത് ഭാഗം വായിച്ചാലും അറ്റ്ലീസ്റ്റ് ഇത് ആരെഴുതി, എന്തിനെഴുതി, ആർക്ക് വേണ്ടി എഴുതി, എപ്പോ എഴുതി. ഈ എപ്പോ എഴുതി എന്നുള്ളത് ഞാൻ പറയുന്നത് കറക്റ്റ് ആ ഡേറ്റ് ബാക്ക് ചെയ്തിട്ട് ഒരു ടെക്നിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകുക. എനിക്കൊന്ന് ഈ കാലത്തിൽ ഇത് മനസ്സിലാക്കാൻ ഒരുപാട് തടസ്സങ്ങളും ഇല്ല. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, എഴുതിയ കാലഘട്ടം മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതെ, ഇനി നമ്മളെ കേൾക്കുന്ന ഒരാള് വാർദ്ധക്യത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെ വീട്ടിൽ ഗൂഗിൾ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും ഇല്ലാത്ത വീടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോട് ചോദിച്ചാലും കിട്ടാവുന്ന, നമുക്കതൊരു വാഞ്ചയുള്ള ഒരു മനസ്സാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ആൾക്കാരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഇച്ചിരി ആഡമന്റ് ആണ് ഈ കാര്യത്തിലേക്ക്. ഇതെന്തോ പഠിക്കാനാ, ഇത് എഴുതിയ കാലഘട്ടം ഇപ്പൊ പറഞ്ഞിട്ട് എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്. അൺലെസ് യു ഡോണ്ട് നോ ദ കോണ്ടെക്സ്റ്റ്, നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് മനസ്സിലാകത്തേ ഇല്ല എന്നതാണ് ഇതിന്റെ ഒരു സത്യം. ആക്ച്വലി ഞാനും ഒക്കെ പണ്ട് ഇങ്ങനെ ഈ പുറമേ കാണുന്ന ഒരു വാക്കുകളുടെ അർത്ഥങ്ങൾ എടുത്ത് നടന്നിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇതിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ ഈ പലതും ഈ ചിലത് എക്സ്പേർട്ട് നോളജ് കൊണ്ടുണ്ടാവുന്ന, നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഇതിനെപ്പറ്റി മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുക എന്നുള്ള പോർഷൻസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ ലാംഗ്വേജ് റൂട്ട് ലാംഗ്വേജ് അനാലിസിസ് ഒക്കെ നടത്തുമ്പോഴാണ് ഈ ഹീബ്രുവിലുള്ളായിരുന്ന നിക്കുത്തുകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ പറ്റിയിട്ട് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമുക്ക് എനിക്കൊന്ന് മലയാളത്തിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഒരാള് നല്ലവണ്ണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പം വണ്ണം എന്നതിന് പ്രയോഗം കൂടിയപ്പം നല്ല വണ്ണം ഉണ്ടായില്ല. അപ്പം നല്ലവണ്ണം വരുത്തണേ എന്ന് പറയുന്നത് വാക്കുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു നേറ്റീവ് സ്പീക്കറിനെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഒരാൾ പറയുക നല്ലവണ്ണം വരുത്തണേ, എന്താണ് ഈ നല്ലവണ്ണം എന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് വണ്ണം വെക്കുക എന്നുള്ള, വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ള വണ്ണമാണോ, അതോ നല്ലവണ്ണം ജീവിതത്തിൽ നല്ലത് വരുത്തണേ എന്നുള്ള വണ്ണമാണോ? പഞ്ചായത്തിൽ പോയി കരം കൊടുത്തു മടങ്ങിയെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പോയി ആർക്കെങ്കിലും ഷെയ്ക്കാൻഡ് കൊടുത്ത് മടങ്ങിയതാണോ, അതോ കരം കൊടുത്ത് മടങ്ങിയത്, ടാക്സ് കൊടുത്ത് മടങ്ങിയതാണോ എന്നത്, ഇതൊക്കെ നമ്മൾ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനത്തെ നിക്കുത്തുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹീബ്രുവിലൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടായി ഗമാല് ഗമ്മല് എനിക്കൊന്ന് എല്ലാവർക്കും ഒരുപക്ഷെ അറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. വൊവൽസ് ആണ്. അപ്പൊ നമ്മള് ഡീപ്പായിട്ടുള്ള പഠനത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ സംഭവം. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺലെസ് നമുക്ക് അതിനുള്ള ആക്സസ് ഇല്ലെങ്കിൽ, ആക്സസ് ഉള്ള ഒരാൾ അതിനെപ്പറ്റി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. കാരണം പഴയ നിയമം എഴുതപ്പെട്ടത് വവൽസ് ഇല്ലാത്തൊരു ലാംഗ്വേജിലാണ്. അതെ അതെ. ഈവൻ പുതിയ നിയമം എഴുതപ്പെട്ടത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു സ്മോൾ ലെറ്റർ വരുന്നത് 9th സെഞ്ചുറിയിലാണ്. ഈ വവൽസ് ട്രാൻസ്ലേഷൻസിലാണ് സ്മോൾ ലെറ്റർ വരുന്നത്. ഈ വവൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നേറ്റീവ് സ്പീക്കർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയും വായിക്കും. എക്സാക്ട്ലി ഞാനീ പറഞ്ഞ പോലെ ഇപ്പൊ ഗമാലും ഗമ്മലും മണ്ടയ്ക്ക് ഒരു കുത്തിന്റെ ഡിഫറൻസാ. അന്ന് കുത്തില്ല, പിന്നീട് ഇൻവെന്റ് ചെയ്തതാണത്. അപ്പൊ ഇത് ഒരു നേറ്റീവ് സ്പീക്കറിനെ അറിയത്തുള്ളൂ. ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ പോയി കരം കൊടുത്ത് മടങ്ങിയെന്നോ അല്ല നല്ലവണ്ണം വരത്തണേ എന്ന് പറയുന്നതോ ഒക്കെ ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ, ആക്ച്വൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു റൂട്ട് സ്റ്റഡി മനസ്സിലാക്കി. പറഞ്ഞത് കറക്റ്റാ. കാരണം യഹൂദനെ സംബന്ധിച്ച് അവൻ തെറ്റിച്ച് വായിക്കുന്നില്ല. കാരണം അവന്റെ യൗവന മുതൽ കൊച്ചു പ്രായം മുതൽ ഈ നിക്കുത്തില്ലാത്ത അല്ലെ വൊവൽസ് ഇല്ലാത്ത ലാംഗ്വേജിനെ എങ്ങനെ വായിക്കണമെന്നും അത് മനസ്സിലാക്കണമെന്നും അവർക്കറിയാം. പക്ഷെ നമുക്കറിയത്തില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ തെറ്റായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ 15 വർഷത്തിന് മുമ്പ് ഞാൻ എഴുതുമ്പോൾ അവിടെ ഒരു എക്സ്പ്ലനേഷനും വേണ്ട, കാരണം അവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ വായിക്കുന്ന വായനക്കാർക്ക് ഇത് എക്സ്പ്ലെയിൻഡ് ആണ്. പക്ഷെ നമ്മൾ ഈ 2500 വർഷങ്ങൾക്ക് അപ്പുറം ഇപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്നത് എടുത്തിട്ട്
ഇത് പഠിക്കുമെന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു വലിയ വിരോധാഭാസമാണ് അല്ലേ. അപ്പൊ ഇത് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഇപ്പൊ അതിന് ആക്സസ് കിട്ടുന്നില്ലെങ്കിൽ ബേസിക് ആയിട്ട് ഈ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ അല്ലേ, ഈ എന്താണ്, ആരാണ്, ആർക്ക് എഴുതിയാണ്, എവിടെ വെച്ച് എഴുതിയാണ്, എന്തിനെഴുതിയാണ് എന്നത് മനസ്സിലാക്കുക എന്നത് വളരെ. ഏത് സാഹചര്യത്തിൽ കർത്താവ് അങ്ങനെ പറഞ്ഞു, അല്ലെ എന്തുകൊണ്ട് പറഞ്ഞു, പിന്നെ പറഞ്ഞപ്പോഴുണ്ടായിരുന്ന റെസ്പോൺസ് എന്താണ്, ദൈവവചനത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്ന ഒരു അപ്രോച്ച്, സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഞാൻ ഇന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, കാരണം ഈ പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലെ, ദൈവവചനം വായിക്കുന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്, കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സംസാരിച്ചിരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, എന്നാൽ ലിസൺ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് ലിസണിങ്ങിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ദൈവസന്നിധിയില് നമ്മള് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് പറയാനായിട്ട് നമ്മൾ വിധേയപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിനും നമുക്ക് വെളിപ്പെടുത്തി തരും. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതുപോലെ ഒരു കാര്യം നിജു, എനിക്ക് തോന്നുന്നു നിജു നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു, ഇപ്പോഴ് ഈ കാലഘട്ടത്തില് ഈ ദൈവവചനം തിരക്കുള്ള ജീവിതമാണ് എല്ലാവർക്കും. അപ്പൊ നമ്മൾ വചനം വായിക്കാനൊന്നും മനുഷ്യന് സമയം കണ്ടെത്താറില്ല. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ വചനത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എത്ര വലുതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ അത് ഇന്നത്തെ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതെ, അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിനകത്ത് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഈ പലരും ഈ വചനം വായിക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഒരു നോവല് വായിക്കുന്ന പോലെ ഈ കഥ മനസ്സിലാക്കി വായിച്ച് വിടുന്ന ഒരു അപ്പുറം. ഇപ്പൊ ഞാന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് ചെറുപ്പത്തിൽ വളരെ ആഗ്രഹമായിരുന്നു ബൈബിൾ മുഴുവൻ വായിക്കണമെന്ന്. അപ്പം അപ്പൊ ഞാൻ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അന്ന് ഞാൻ പൊക്കൊണ്ടിരുന്ന ചർച്ചിലെ ചുറ്റുപാടിലൊക്കെ ആളുകൾ ചോദിക്കുമായിരുന്നു, അതൊരു പ്രൗഡായിട്ട് ചോദിക്കുമായിരുന്നു, ബൈബിൾ വായിച്ചവരൊക്കെ കൈവെക്കാനൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബൈബിൾ മുഴുവൻ ഒന്ന് വായിക്കണം. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ അധ്യായങ്ങൾ വെച്ച് വായിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു മേ ബി ലൈക്ക് ഒരു വർഷത്തിലൊക്കെ മുകളിൽ എടുത്ത് കാണും. പക്ഷെ ഞാനിത് വായിച്ചു തീർന്നു. പക്ഷെ എനിക്ക് ഒരു ഐഡിയയും നമ്മള് വായിച്ചു തീർക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞ ലേവ്യ പുസ്തകം എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ജീനോളജി വായിക്കുന്നു, നമുക്ക് ഇതിനെപ്പറ്റി വല്ല ധാരണ വല്ലതും, മറ്റേ ഇന്നാളെ ജനിപ്പിച്ചു ഏത് ഇന്നാള് നമ്മൾ പറയുമ്പോൾ ബൈബിൾ മുഴുവൻ വായിച്ചു. പ്രത്യേകിച്ച് നെഹമ്യാവിന്റെ പുസ്തകം വരുമ്പോൾ പേരുകളുടെ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് യെശയ്യാവിന്റെ പ്രവചനത്തിലൊക്കെ വരുമ്പോൾ കോണ്ടക്സ്റ്റ് ഒക്കെ മനസ്സിലാകാതെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് കൂട്ടി വരുത്തി, ഞാൻ വടക്കിനോട് തരിക തെക്കിനോട് തടുത്തു വെക്കുക, ഇതൊക്കെ എന്താണ് നമുക്കറിയത്തില്ല. നമ്മള് വെറുതെ വായിച്ചു പോവാ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വായിക്കാൻ വേണ്ടി വായിച്ചു. യെസ്. അപ്പം അച്ഛൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇന്നത്തെ ഡെയിലി ലൈഫിൽ വചനത്തിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ബൈബിള് വായിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ, ഇതിനെ ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെയെങ്കിലും ഇത് വായിച്ച് തീർക്കുക എന്നതിലുപരി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിലും അതിന്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാക്കി, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു മേ ബി ലൈക്ക് അങ്ങനെ ബൈബിളിലെ യേശു കർത്താവ് പറഞ്ഞ ആശയങ്ങൾ, ഇപ്പൊ ഗിരിപ്രഭാഷണങ്ങളിലെ ആശയങ്ങൾ, ഒരൊറ്റ ആശയം മനസ്സിലാക്കിയാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ രക്ഷഭദ്രമായി, അല്ലേ? ഈ ചിലര് പറയാറുണ്ട്, ചിലർ ഇതിനെ വലിയ പ്രൗഡായി കാണുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നു. തെറ്റൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമാണ്. ബൈബിൾ കാണാതെ അറിയാമെങ്കിൽ, മുഴുവൻ കാണാതെ അറിയാമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഇതിനകത്തൊന്നും നമുക്കൊരു പ്രൗഡും ഇല്ല. ഇപ്പൊ ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ച നിത്യത്തെ പോകുന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്ന യേശു കർത്താവോ ശിഷ്യന്മാരോ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇത് ബൈബിളിനോട് എനിക്ക് തോന്നുന്നു പലരും, ഇപ്പം മഹാത്മാഗാന്ധി ബൈബിൾ ദൈവവചനം വായിക്കുവാരെന്നാ പറയുന്നത്. പക്ഷെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള എക്സാക്ട്ലി. പക്ഷെ അദ്ദേഹത്തിന് ഒരു രക്ഷകനെ ഈ വചനം സുവിശേഷം വായിച്ചതിലൂടെ അല്ലെങ്കിൽ പുതിയ നിയമം വായിച്ചതിലൂടെ ഒരു രക്ഷകനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കുമായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം. കഴിഞ്ഞുവെങ്കിൽ അല്ലേ, ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആൾക്കാരല്ല, കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഒരു രക്ഷകനല്ല. അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ ഹേ റാം എന്ന് പറഞ്ഞാണ് മരിച്ചത്. അങ്ങനെയാണ് ഞാൻ
പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത്. അപ്പൊ ക്രിസ്തുവിനെ രക്ഷകനായി കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കോറായിട്ടുള്ള. അല്ലെ, കർത്താവിന് നമ്മളോട് പറയുവാനുള്ളത് എന്താണെന്ന് കേൾക്കുവാനായിട്ട് നമ്മുടെ ചെവികളെ കൂർപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ കർത്താവിന് എന്താണ് ആ ഒരു വചനത്തെ ചുമ്മാ അത് വായിക്കാൻ വേണ്ടി വായിക്കുകയല്ല, പക്ഷെ ദൈവത്തിന് എന്തെങ്കിലും എന്നോട് എന്റെ ജീവിത സാഹചര്യത്തോട് പറയുവാനുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ടും അല്പനേരം ഒന്ന് ഇരുന്ന് കേൾക്കാനായിട്ടുള്ള അതാണ് ശരിക്കുമുള്ള ഈ ഡിവോഷൻ എന്ന് പറയുന്നത്, ദൈവസന്നിധി വചനം വായിക്കുക എന്ന് പറയുന്നത്. അതെ അതെ അതെ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വായിക്കുകയും എന്താണ് കേൾക്കുന്നത്, ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ മെത്തേഡ് നമ്മളോട് തന്നെ ആർക്ക് എന്തിന് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇതിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നു വരുന്നത്. അതല്ലാതെ നമ്മൾ എന്ത് കേൾക്കാനാ? ഞാൻ വായിച്ചു വെറുതെ കണ്ണുടച്ചിരിക്കുക, എന്ത് കേൾക്കാനാ? നമുക്ക് എന്തെങ്കിലും ഒരു ഏർജ് വേണ്ട, ഒരു ഇന്ന സാധനമാണ് നമുക്ക് കേൾക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ഇതിനോടുള്ള ഒരു അപ്രോച്ച്. ഞാന് സുവിശേഷ വേലയിൽ ആദ്യ സമയങ്ങളില് എനിക്ക് തോന്നുന്നു അതിനു മുൻപ് ഞാൻ ഓർക്കുന്നുണ്ട് ക്യാമ്പിനൊക്കെ പോയത്. സുവിശേഷ എഴുതുന്നതിന് മുമ്പ് ചെറുപ്രായത്തിൽ വല്ലപ്പോഴുമേ ക്യാമ്പിനെന്ന് പോകത്തുണ്ടായിരുന്നു. ഒരു ക്യാമ്പിന് പോയ സമയത്ത് ഓർക്കുന്നുണ്ട്, തിരുവല്ലായില് നവജീവോദയത്തിൽ പോയപ്പോൾ അവിടെ ഒരു സെഷൻ പഠിപ്പിച്ചത് ദൈവവചനം എങ്ങനെ വായിക്കണം, ഡിവോഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതായിരുന്നു. കാരണം അന്ന് വന്നവരോട് ഏറ്റവും പ്രാധാന്യത്തോട് പഠിപ്പിച്ചത് ദൈവവചനത്തിന് വേണ്ടി ഒരല്പസമയം രാവിലെ ഫ്രഷായിട്ട് നമ്മുടെ മനസ്സിനെ ഉണ്ടല്ലോ ഫ്രഷായിട്ട് ഒരല്പം വചനം കേട്ട് അതിനെ സ്വീകരിക്കുന്ന അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് അത് പഠിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു മഹത്വം ഇന്ന് നമ്മുടെ തിരക്കുള്ള കുടുംബങ്ങളില് പലപ്പോഴും നമ്മളുൾപ്പെടെ എല്ലാവർക്കും നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരല്പസമയം ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന വചനം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ആ ഒരു ജീവിത അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഞാൻ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് എൻ്റെ ഒരു പഴയ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പൊ ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുക. പുള്ളി 13 വർഷം ബീഹാറിലെ മിഷണറി ആയിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ അവരവിടെ ഒരു പുതിയ ആള് സഭയിലേക്ക് വരുമ്പോൾ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഓരോ മാസം അവർക്ക് ഓരോ ബാച്ചാ. അവര് ഈ പറഞ്ഞ പോലെ വചനം പഠിപ്പിക്കുക, ഇവരെ പഠിപ്പിക്കുക. കാരണം ഈ വരുന്നവർക്ക് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ബൈബിൾ എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ഇവരെ ഉൽപ്പത്തി മുതൽ ഒരു സൺഡേ സ്കൂളിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തെ മലയാളികളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ റിച്ച് ആണ് ഈ കാര്യത്തിലൊക്കെ. നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ലാക്ക് ചെയ്യുന്നത് ഈ ബേസ് പഠനമാണ്. നമുക്ക് ഇഷ്ടം പോലെ മീറ്റിങ്ങുകളുണ്ട്, പ്രസംഗങ്ങൾക്ക് ഒരു പഞ്ഞവും എനിക്ക് തോന്നുന്നു നമുക്കില്ല. നമുക്ക് ഭയങ്കര പ്രസംഗങ്ങളുണ്ട്, പക്ഷെ പഠനങ്ങൾ നമുക്കിടയിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു വാക്യം എടുത്തു, 1 മണിക്കൂർ ആ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ചു, ചിലപ്പോൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കാണുമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ ഇത് നിർത്തുമ്പം എനിക്ക് തോന്നുന്നു പഠനം നമുക്കില്ല, അല്ലേ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല സഭകളിലും ബൈബിൾ ക്ലാസ് സ്റ്റഡി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഈ ഞാൻ പറഞ്ഞ ആത്മീയവൽക്കരിക്കുന്നതിനെ അല്ല, പലരും ഇതിനെ ആത്മീയവൽക്കരിക്കും. മനസ്സിലായോ? ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞു വിളിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെ എന്താ പറയുക, ഈ ആത്മീയവൽക്കരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളീ പറഞ്ഞ പോലെ ഈ ക്ലാസ്സുകളുടെ എല്ലാം എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരിക്കലും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? എനിക്ക് തോന്നുന്നു നിജു അതുപോലെ സംസാരിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഇതിനോടുള്ള ബന്ധത്തില്. ഇപ്പൊ ഈ വചനം വായിക്കുന്നതിന്റെ മീഡിയം ഓഫ് റീഡിങ് പലപ്പോഴും നമ്മള് ഈ ഫോണും ഒക്കെ എടുത്ത് വായിക്കും, അല്ലെങ്കിൽ പക്ഷെ ഈ ഫോണോ അങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ഡിവൈസസിൽ നമ്മൾ വായിച്ചാലുള്ള ഒരു കുഴപ്പം നമ്മൾ ഡിസ്ട്രാക്ട് ആവുകയും ചെയ്യും. അന്നേരം ആയിരിക്കും ഒരു കോൾ വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബദ്ധത്തിൽ കൈതട്ടി അത് കണ്ടു ഇത് കണ്ടു. ഞാൻ പലപ്പോഴും അങ്ങനെ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ എന്തെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഫോണിൽ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇത് കയ്യിൽ നിന്ന് അറ്റൻഷൻ അങ്ങ് പോകും. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനം എടുത്ത് നമ്മൾ തുറന്ന്
ഫിസിക്കൽ ബൈബിൾ തന്നെ എടുത്ത് വായിക്കുന്നത്, നിജു എന്ത് പറയുന്നത് അതിനെ പറ്റി? അതെനിക്കൊന്നൊരു നല്ല അപ്രോച്ച് ഇല്ല. അതെ, എനിക്ക് അതിലുള്ള കാഴ്ചപ്പാട് ആക്ച്വലി ഡിഫറെന്റ് ആണ്. ഞാനെപ്പോഴും അതിനെ കാണുന്നത്, ഇപ്പൊ പ്രിന്റിംഗ് ഒരു ടെക്നോളജിയാണ്. ഇപ്പൊ പ്രിന്റിംഗ് വന്ന പോലെ തന്നെ വന്ന ഒരു ടെക്നോളജിയാണ് ഡിജിറ്റൽ. അപ്പൊ ഇതിനകത്തിൽ ഇപ്പം നമ്മള് ബൈബിള് ഫിസിക്കലായിട്ടുള്ള ഒരു ഹാർഡ് കോപ്പി എടുത്ത് വായിക്കുമ്പോൾ ഫോൺ മാറ്റി വെക്കുന്ന പോലെ തന്നെ സെല്ലുലാർ കണക്ഷൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡിവൈസ് ഇപ്പൊ ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം പക്ഷെ ഇപ്പൊ നമ്മള് പലരോടും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ചിലർ ഇതിനെ കാണുന്നത് ദൈവമായിട്ടാണ്, ബൈബിളിനെ കാണുന്നത്. ചിലരുടെ വിചാരം ഈ പുസ്തകം എന്തോ പവർഫുൾ പുസ്തകമാണെന്നൊക്കെ ചിലരുടെ വിചാരം. ഇത് ബൈബിൾ സൊസൈറ്റി പ്രിന്റ് ചെയ്യുന്ന ഒരു പുസ്തകം. അതെ, ആ പ്രസ്സിൽ തന്നെ മറ്റു പല പുസ്തകങ്ങളും പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ എഴുതപ്പെട്ട വചനങ്ങൾക്കാണ് ജീവനുള്ളത്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം എത്ര ക്രൂരത ചെയ്യുന്ന ആക്കും രക്ഷയെ തള്ളിപ്പറയുന്നവർക്കും ബൈബിൾ എടുത്തു വെച്ച് വായിക്കാൻ പറ്റും, അതിന്റെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിത് ജീവനാണ്. മനസ്സിലായി, ആ ജീവൻ പകരുന്നത് അതിലെ നമ്മൾ നേടിയ രക്ഷയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതും തമ്മിൽ കണക്ട് ആവുമ്പോഴാണ്. ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഇത് ജീവനാകുന്നത്. അതിപ്പം പേപ്പറിൽ നിന്ന് വായിച്ചാലും ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഇതിൽ വായിച്ചാലും, പക്ഷെ ഇതൊക്കെ തരുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ പല ആപ്പുകളും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പല ലാംഗ്വേജസിൽ കിട്ടും. ഇപ്പൊ ന്യൂ ഇംഗ്ലീഷ് എഡിഷൻ വേണോ, NIV വേണോ, ESV വേണോ, ഒരൊറ്റ ക്ലിക്കിൽ എനിക്കിത് മാറ്റാം. പല ലാംഗ്വേജസിൽ എനിക്കിത് ഒരു ക്ലിക്കിൽ മാറ്റാം. എക്സ്പ്ലനേഷൻസ് ഇതിൽ കിട്ടും. ഈ സെയിം ടൈമിൽ തന്നെ ഒരു വാക്കിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒരു അടുത്ത ടാബിൽ എനിക്ക് സെർച്ച് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് ടെക്നോളജി ഒരു കൈ കൊണ്ട് തരുന്നതിനെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ഡേഞ്ചർ ഉള്ളത് ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാം. നമ്മൾ അതിനോടുള്ള അപ്രോച്ച് കറക്റ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ ഹാർഡ് കോപ്പി ആണെങ്കിലും നമ്മുടെ അപ്രോച്ചും കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഏത് മീൻസിൽ കൂടെ അപ്രോച്ച് ചെയ്താലും നമ്മുടെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. എക്സാക്ട്ലി, അതാണ്. അതിപ്പോ പറഞ്ഞ പോലെ ടെക്നോളജിയോ ഡിവൈസോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഫിസിക്കൽ ബൈബിൾ കൊണ്ടു നടന്ന് വായിച്ചാലും, ഇനി അതല്ല ഒരു ഐപാഡിലോ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇതിനെ വായിച്ചാലും മനസ്സിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആഴത്തിൽ നമ്മൾ ഇതിനോട് താല്പര്യം കാണിച്ചിരിക്കുമ്പോൾ, എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പം ഒരു കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നാൽ പോലും എനിക്ക് ഈസി ആയിട്ട് അതിൽ പോയിട്ട് തിരിച്ചിതിലേക്ക് വരാൻ കഴിയും. നമ്മുടെ ഹൃദയമാണ് ഇതിലിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ നമ്മുടെ വൈഫിനോട് വളരെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് കോള് വന്നാൽ ഇത് എന്റെ അപ്രോച്ചാണേ. ഞാൻ ഇതിനെ കാണുന്നത് അങ്ങനെയാണ്. നമുക്കൊരു കോള് വന്നാൽ നമ്മള് ഫോൺ, പലരും ഇതിനെ കാണുന്നത് എന്താ ഫോൺ വരുന്ന പാവമാണെന്നൊക്കെ കാണുന്ന. അങ്ങനെ ഞാൻ ഇതിനെ കാണുന്നില്ല. എവിടെയാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഇതിനോടൊരു വാഞ്ചയുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിവോഷൻ ടൈമിൽ ഈ പറഞ്ഞ പോലെ അതിപ്പോ നമ്മളിപ്പോ ഒറ്റയ്ക്കിരുന്ന് ഡിവോഷൻ ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് മാറിയിരിക്കാം. അതിപ്പോ ഡിവൈസ് ആണെങ്കിലും ഫ്ലൈറ്റ് മോഡിൽ ഇടാം, നിങ്ങൾക്ക് വായിക്കാം. എവിടെ നിന്നാണെങ്കിലും ഈ വാക്കുകളെ വായിച്ചു പോകുന്നതിനെക്കാട്ടിലും, അതിപ്പോ ഡിജിറ്റലി വായിച്ചാലും ബുക്കിൽ നിന്ന് വായിച്ചാലും പ്രിന്റ് ചെയ്തത് എങ്ങനെയാണെങ്കിലും വാക്കുകളെ വായിക്കുന്നതിന് പകരം ഇതിൽ ആത്മാവ് എഴുതിയിരിക്കുന്ന ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പകരുന്ന ജീവൻ നമ്മളുമായിട്ട് കണക്ട് ആവുന്നിടത്താണ് ഇത് വർക്കാവുന്നത്. കാരണം ഇത് എഴുതിയത് പരിശുദ്ധാത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന അല്ലേ ഒരു അപ്രോച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ പഴയ ടൈപ്പാണ്. എനിക്ക് ഫിസിക്കൽ ബൈബിൾ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഓരോരുത്തരുടെ കംഫോർട്ട് ഉണ്ട്. എക്സാക്ട്ലി. ഇപ്പൊ ചിലർക്ക് ഒരു ഫിസിക്കൽ ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നത് വളരെ സൂത്തിങ് ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു പക്ഷെ ജെൻസി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ബുക്ക് വായിക്കുന്നത് കംഫോർട്ട് അല്ലായിരിക്കും. അവരുടെ കണ്ണ് തന്നെ അവരുടെ സൈക്കോളജി. അതെ, അപ്പൊ നമ്മൾ ഇതിനെയൊന്നും കുറ്റത്തോടെ കാണുന്നതിലൊന്നും ഒരു കാര്യമില്ല. എവിടെ ആണെങ്കിലും ഹൃദയത്തിലാണ് കാര്യം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഈവൻ പുതിയൊരു ടെക്നോളജി ഉണ്ട്. ഇപ്പൊ റീഡിംഗ് ആണ്, നമ്മൾ വായിക്കണ്ട, ഇതെല്ലാം പ്രീ റെക്കോർഡാണ്, കേട്ടോണ്ടിരിക്കാം. അപ്പൊ ഇനി ഉണ്ടാവുന്ന ഒരു ജനറേഷൻ കംഫോർട്ട് അതായിരിക്കാം. അപ്പൊ നമ്മൾ ഇതിനെ ഈ ഐപാഡ് യൂസ് ചെയ്തവൻ ഇത് കണ്ണുകൊണ്ട് വായിച്ചെങ്കിലേ കാര്യമുള്ളൂ, നീ കേട്ടിട്ട്, ഇങ്ങനെ നമ്മൾ ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ടെക്നോളജി മാറും, കാര്യങ്ങൾ മാറും. ബേസിക്കലി നമ്മൾ ദൈവജനത്തിനോട് അപ്രോച്ച് ചെയ്യുന്നത് റെഫറൻസോടായിരിക്കണം. അവിടെയാണ് അല്ലേ ആവശ്യഭാരത്തോടെ, ആവശ്യത്തോടെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി, ഇതിലെ അപ്രോച്ച് ചെയ്യുന്നതിലെ ശുദ്ധി, വാഞ്ച, അല്ലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ആ കാംക്ഷ നമുക്കുള്ള ഉണ്ടാകണം. ആ കാംക്ഷയിലാണ് വെദർ നീ ഐപാഡ് യൂസ് ചെയ്യുന്നോ, നീ ഫിസിക്കൽ ബൈബിൾ യൂസ് ചെയ്യുന്നോ. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, കാംക്ഷ നമുക്കുണ്ടാകണം, റെഫറൻസും ഉണ്ടല്ലോ ദൈവത്തോട്. ഓഫ് കോഴ്സ്. എനിക്ക് തോന്നുന്നു മോശ ഈ പിന്നെ നമ്പേഴ്സിലെ സംഖ്യാപുസ്തകത്തിലെ ദൈവസന്നിധിയിലെ കയറി ചെല്ലുമ്പോൾ
ഒരു പഴയ നിയമ കൽപ്പന അവിടെ നിന്ന് പറഞ്ഞത് ഒരു മൃഗം പോലും ഒരു പർവ്വതത്തോട് അടുത്തു വരരുത്, തുടരുതെന്ന് ഉള്ളൊരു കൽപ്പനയുണ്ട്. പഴയ നിയമത്തിലെ ആണെങ്കിലും ഈവൻ അതൊരു നല്ല അപ്രോച്ച്. അതെ അതെ, ഈവൻ മലാക്കി പോലും, മലാക്കിയില് ദൈവം 7 ചോദ്യങ്ങളാണല്ലോ, ഇസ്രായേൽ മക്കളുടെ 7 ചോദ്യങ്ങളാണ്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാൽ അറിയും. ഇതിനകത്തിലെ യഹോവയായ ദൈവം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നെങ്കിൽ എന്നോടുള്ള റെഫറൻസ് എവിടെയെന്ന്. അപ്പം ദൈവം അത് ഡിമാൻഡ് ചെയ്യുവല്ല, ദൈവം അതിന് അർഹനായതുകൊണ്ട് ആ റെഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ വാഞ്ച എന്ന് നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഏത് മീഡിയം ആണെങ്കിലും നമ്മളുടെ ഇന്റൻഷൻ, നമ്മളുടെ ഹൃദയശുദ്ധി, നമുക്ക് ഇതിനോടുള്ള ആ ഒരു വാഞ്ച, കാംക്ഷ, അതുകൊണ്ട് ദൈവസന്നിധി ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് വെദർ പേപ്പറിൽ പ്രിന്റ് ആണെങ്കിലും ഫോട്ടോകോപ്പി എടുത്താണെങ്കിലും, ബിക്കോസ് ഇതൊക്കെ ഒരു ലക്ഷറി അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, അതിനെ ദൈവം ഒരു മാനദണ്ഡമായിട്ട് വെക്കുവാണെങ്കിൽ അതില്ലാത്ത ഒരാളോട് ദൈവം ക്ഷമ പറയേണ്ടി വരും. കാരണം ദൈവം നീതിമാനായ ദൈവം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അങ്ങനൊന്നും ഇതിനെ ഒന്നും ഒരു മാനദണ്ഡമായിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല, ഇതൊന്നും നമുക്ക് ഇങ്ങനെ ആവണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഏത് മെത്തേഡ് ആണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഉള്ള ആ ഒരു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത സമയത്ത് എഴുത്തും വായനയും അറിയാൻ വയ്യാത്തവര് ഈ ദൈവവചനം പറഞ്ഞു കൊടുത്തത് അവര് സ്വീകരിച്ച്, അവർക്ക് വായിക്കാൻ അറിയില്ല, അവർക്ക് ആകെ അറിയാവുന്നത് മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു കൊടുത്താല് അത് കേൾക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ വളരെ റെഫറൻസോടുകൂടെ ഇരുന്ന് കേൾക്കുന്നത് വായിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് മനുഷ്യകുലത്തിന് ദൈവം നൽകിയതിലേക്ക് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ളത് ദൈവത്തിന്റെ വചനമാണ്, ബൈബിളാണ്. അതിനെ റീപ്ലേസ് ചെയ്യുവാന് ഇന്ന് ലോകത്തിൽ ഒരു ബുക്കും ഇറങ്ങിയിട്ടില്ല, അല്ലെ? എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ദൈവത്തിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അതിനെ ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ അപ്രോച്ച് ചെയ്യണം എല്ലാ മനുഷ്യരും, അല്ലെ? അത് 49-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ചെറിയവരും വലിയവരും, ധനവാനും ദരിദ്രനും ഉണ്ടല്ലോ, സാധാരണക്കാരനും, എല്ലാവരും, ബാലന്മാരും എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. കാരണം ദൈവത്തിന് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ദൈവത്തിന് എല്ലാവരോടും ചിലത് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്തിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാതെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും സാധ്യമല്ല. അപ്പോൾ ഈ ദൈവവചനം വായിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കേൾക്കുക എന്നുള്ളത്, എനിക്ക് തോന്നുന്നു ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ ആ ഒരു മൊത്തം കോൺവെർസേഷനും കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ വചനം പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ആ മെത്തേഡ് ചൂസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എല്ലാ സബ്ജക്ട്സും അങ്ങനെയാണല്ലോ. ഫിസിക്സ് പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, മാത്സ് പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതൊരു ഹിസ്റ്ററിയാണ്. യെസ്, അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ്, റൈറ്റ് മെത്തേഡ് അറിഞ്ഞ് കറക്റ്റ് അപ്രോച്ച് എടുക്കുക. സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഏറ്റവും സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ ആക്സസുകളില്ല, വലിയ ബുക്കുകളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾക്കും ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ ഈ ആര്, എന്ത്, എങ്ങനെ, എവിടെ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ഉള്ളിൽ തന്നെ തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ, കാരണം അത് കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററി ആണ് അവിടെ. ഇപ്പം യശയ്യാവിന്റെ ഒരു പ്രവചനം എടുത്തിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പം മറ്റൊരാൾ പറഞ്ഞു തരാതെ കിട്ടണമെന്നില്ല. പക്ഷെ സുവിശേഷങ്ങൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ചോദ്യങ്ങൾ അവിടുന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ തന്നെ വായിച്ചെടുക്കാവുന്നതാണ് ഒരാൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കണ്ടതും ബൈബിളിന്റെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പം സാധാരണക്കാരനായിട്ടുള്ള ആർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഡീപ്പാണ്. ഇതിൻ്റെ അകത്തിൽ എഴുതപ്പെട്ട ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്തിൽ ആ ഭാഷയിൽ തന്നെ എഴുതപ്പെട്ട കാലഘട്ടത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മോശ യൂസ് ചെയ്ത ഹീബ്രു അല്ല യശയ്യാവ് യൂസ് ചെയ്യുന്നത്, യശയ്യാവ് യൂസ് ചെയ്ത ഹീബ്രു അല്ല മലാക്കി എഴുതുന്ന ടൈമിൽ യൂസ് ചെയ്തത്, ഈ ഹീബ്രു അല്ല ന്യൂ ടെസ്റ്റ്മെന്റിന്റെ എഴുത്തുകളിലൊന്നും യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈവൻ ന്യൂ ടെസ്റ്റ്മെന്റിലെ ഹീബ്രു, എബ്രായ ലേഖനം ഒഴിച്ചുള്ള മറ്റുള്ള ലേഖനങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാല് കോട്ട് ചെയ്തേക്കുന്നത് കോട്ട്സ് ഫ്രം ഹീബ്രു, എബ്രായ ലേഖനത്തിൽ ഗ്രീക്ക്, സെപ്റ്റുവജന്റിൽ നിന്നാണ് പലതും അവർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ മാറ്റങ്ങൾ
എന്താണ് ഇത് പ്രാക്ടിക്കലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അതെ. അപ്പൊ ഇത് അറിയുക എന്നതും ഇത് മനസ്സിലാക്കുക എന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കോണ്ടെക്സ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, കൾച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്താണ് നമ്മൾ പറയേണ്ടത്, ഈ പറഞ്ഞ പോലെ തന്നെ അവർ ജീവിച്ച ജോഗ്രഫിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതെല്ലാം അതെ, നമ്മൾ ലാംഗ്വേജ്, ഭാഷ, ജോഗ്രഫി ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇൻ ഡെപ്ത് നമുക്ക് ബൈബിളിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നമുക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ, അൺലെസ് ഇപ്പം ഒരാൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെട്ട ഒരാളുടെ അടുത്ത് പോയി ഇതിനെ മനസ്സിലാക്കി എടുക്കുകയില്ലാതെ, നമ്മളെല്ലാം ഇങ്ങനെയല്ലേ പഠിക്കുന്നത് ലാംഗ്വേജസ് എല്ലാം എന്ന് പറഞ്ഞ പോലെ ആ പഠനമില്ലാതെ ഇതിന്റെ ആഴം ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റോട് എനിക്ക് പറയാനുള്ളത്, പലരും പറയുന്ന കാര്യമുണ്ട്, ഒരുപാടൊന്നും പഠിക്കണ്ട, ഒരുപാട് പഠിച്ചാൽ എന്താണ് മറ്റേ ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ദ മോർ ഐ ലേൺ, അത്രത്തോളം ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുകയാണ്. കാരണം ഇത് ഓരോന്നും കൂടുതലായിട്ട് അറിയും തോറും, ക്രിസ്തുവിനെ കൂടുതലായി കാണും തോറും അത് വെളിപ്പാടുകളാണ്, ക്രിസ്തുവിനെ മറ നീക്കി കാണിച്ചു തരുന്ന വെളിപ്പാടുകളായി മാറുകയും അത് ക്രിസ്തുവിനെ കൂടുതലായി ആഴത്തിലേക്ക് സ്വീകരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, അറിയേണ്ട രീതിയിൽ പ്രോപ്പർ മെത്തേഡിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കേട്ടിട്ട് ഇത് അങ്ങനല്ലല്ലോ അങ്ങനാണല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു കൗണ്ടർ പാർട്ട് ഉണ്ടല്ലോ. പ്രോപ്പർ മെത്തേഡിൽ അറിയേണ്ട രീതിയിൽ വചനം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എനിക്ക് നമ്മളിനി ഫർദർ കോൺവെർസേഷൻസിൽ ഇത് എങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്നുള്ളത്, ദൈവവചനത്തിനെ എങ്ങനെ മനസ്സിലാക്കണം, ഈ സാധാരണ അല്ലാത്തുള്ള ഇപ്പൊ പ്രസംഗം കേൾക്കുമ്പോഴുള്ള അപ്രോച്ചുകൾ, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നല്ലതാവും. അതെ അതെ അതെ. അപ്പം ബൈബിള് പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വാക്ക് അല്ലെ, പഠിക്കുക, പഠനം, സ്റ്റഡി ചെയ്യുക എന്നത് ബൈബിള് പഠിക്കേണ്ടത് തന്നെയാണ്. ഇത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല, ഇത് നമ്മൾ എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബൈബിള് പഠിക്കുക എന്നല്ല, ഇത്ര നാൾ വായിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷെ ഇനി ഇതിനെ പഠിക്കണം എന്ന ഒരു ചിന്ത എല്ലാവരിലേക്കും വരട്ടെ. എല്ലാവർക്കും ബൈബിള് പഠിക്കാൻ ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു.